യേശു എത്ര മഹാൻ. എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 4-ാം വാക്യം. ഈ വചനം ആദ്യം മൽക്കീസേദക്കിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇത് ഒരു വലിയ സത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു. യേശു എത്ര മഹാൻ എന്ന് ഈ വചനം കാണിക്കുന്നു. അതായത് മൽക്കീസേദക്കിലൂടെ യേശുവിൻ്റെ മഹത്വത്തെ ഈ വചനം വരച്ചു കാട്ടുന്നു. വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. ഗോത്രപിതാവായ അബ്രഹാം പോലും മൽക്കീസേദക്കിന് ദശാംശം കൊടുത്തു എന്ന് കാണുന്നു. അതിനാൽ മൽക്കീസേദക്ക് അബ്രഹാമിനേക്കാൾ വലിയവനാണ്. മൽക്കീസേദക്കിനെ യേശുക്രിസ്തുവിൻ്റെ പ്രതിരൂപമായി കാണിച്ചിരിക്കുകയാൽ യേശുവിൻ്റെ മഹത്വം അതിലും വലിയതാണ് എന്ന് മനസ്സിലാക്കാം. മൽക്കീസേദക്ക് രാജാവും പുരോഹിതനുമാണ്. അതുപോലെ യേശുക്രിസ്തുവും രാജാവും പുരോഹിതനുമാണ്. യേശു സർവ്വലോകത്തിൻ്റെയും മഹാരാജാവാണ്. എല്ലാവരും ജനിച്ചിട്ട് രാജാവായെങ്കിൽ രാജാവായി പിറന്നവനാണ് യേശു. യേശുവിൻ്റെ മഹത്വം മനുഷ്യരുടെ മഹത്വത്തെക്കാൾ ഉയർന്നതാണ്. പദവി കൊണ്ടും സമ്പത്ത് കൊണ്ടും പ്രശസ്തി കൊണ്ടുമാണ് ഈ ലോകം മഹത്വത്തെ അളക്കുന്നത്. എന്നാൽ യേശുവിൻ്റെ മഹത്വം സ്വർഗീയമാണ്. അത് ശാശ്വതമാണ്. യേശുവിൻ്റെ നാമം എല്ലാ നാമത്തിലും മേലായ നാമമാണ്. യേശുവിൻ്റെ മഹത്വം ശക്തിയിൽ മാത്രമല്ല, തൻ്റെ സ്നേഹത്തിലും ത്യാഗത്തിലുമാണ്. യേശു നമ്മുടെ പാപങ്ങൾക്കായി മരിച്ചവനാണ്. ഇന്നും നമ്മെ രക്ഷിപ്പാൻ കഴിവുള്ളവനാണ്. യേശു സർവ്വലോകത്തിൻ്റെയും രക്ഷകനാണ്. പ്രിയമുള്ളവരെ, മഹാന്മാർ അനേകരുണ്ടെങ്കിലും ഏറ്റവും ശ്രേഷ്ഠനായ മഹാൻ യേശുക്രിസ്തു തന്നെയാണ്.